മലയാളത്തിൽ തുടർച്ചയായ 100 കോടി ക്ലബ്ബ് നേട്ടവുമായി മോഹൻലാൽ. എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾക്ക് ശേഷം ഹൃദയപൂർവ്വം എന്ന സിനിമയും 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു. ആഗോള കളക്ഷനും ചിത്രത്തിന് ലഭിച്ച ബിസിനസ്സും ചേർത്താണ് 100 കോടി നേടിയിരിക്കുന്നത്. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സന്തോഷ് ട്രോഫി എന്ന ചലച്ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. ലിസ്റ്റിൻ സ്റ്റീഫനും സുപ്രിയ മേനോനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ 60 പുതുമുഖങ്ങൾക്കൊപ്പമാണ് പൃഥ്വിരാജ് എത്തുന്നത്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിന്റെ തീം സോങ് പുറത്തിറങ്ങി. അദ്രി ജോ രചിച്ചിരിക്കുന്ന ഗാനം സുരൂർ മുസ്തഫയാണ് ആലപിച്ചിരിക്കുന്നത്. പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം ഒരു കുടുംബ വിനോദ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സൂചന. കണ്ണൂർ ആസ്ഥാനമായ റെഡ് ഗോഡ് സ്റ്റുഡിയോയുമായി സഹകരിച്ച് നിവിൻ പോളി അവതരിപ്പിക്കുന്ന ഹ്രസ്വചിത്രം ബ്ലൂസ് ആനിമേറ്റഡിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ലോകമെങ്ങുമുള്ള ചലച്ചിത്രമേളകളിൽ ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിയ ചിത്രമാണ് ബ്ലൂസ് ആനിമേറ്റഡ്. ചിത്രങ്ങളിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ബ്ലൂസ് എന്ന ഹ്രസ്വചിത്രത്തിന് പിന്നിലുള്ളത് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ ചിത്രം DS ഈറയുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആഗോള വിതരണം ഏറ്റെടുത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെ ഇക്കാര്യം അറിയിച്ചു. സംവിധായകൻ രാഹുൽ സദാശിവൻ തിരക്കഥ രചിച്ച ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവർ ചേർന്നാണ്. കൊച്ചി ഫ്ളാറ്റ് പീഡന കേസിലെ പ്രതി മാർട്ടിൻ ജോസഫ് തൃശൂരിൽ യുവതിയെ കുത്തിയ കേസിൽ പിടിയിലായി.